സി ബാൻഡ് ഡിഷ് ട്യൂണിംഗ് ആണ്. അതും 5G ഫിൽട്ടർ LMB വെച്ചിട്ട് നമുക്ക് ട്യൂൺ ചെയ്ത് 25 മലയാളം ചാനൽ നമുക്ക് സൗജന്യമായിട്ട് കാണാൻ കൊടുക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ മലയാളം ചാനലാണ് സൗജന്യമായിട്ട് കിട്ടുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ കായംകുളംകാരുടെ പ്രധാനപ്പെട്ട ഒരു ഡിഷാണ് ഈ ഒരു കാതോട് എന്ന് പറയുന്നത് കേട്ടോ. 7 അടിയാണ് ഈ ഒരു ഡിഷിന്റെ അളവ് വരുന്നത്. ഏറ്റവും നല്ല സിഗ്നൽ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ട്യൂൺ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷ്. അതാണ് നമ്മുടെ കാതോട് ഡിഷ്. അപ്പൊ ഈ ഒരു ഡിഷിനകത്ത് ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യൂണിവേഴ്സിന്റെ പഴയ ടൈപ്പ് LMB ആണ്. ഈ ഒരു LMB വെച്ചിട്ട് കുറെ വർഷങ്ങളായിട്ട് പിക്ചർ കണ്ടുകൊണ്ടിരുന്നതാണ്. മറ്റു പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പിക്ചറിനൊക്കെ ഒരു വെട്ടലും ചീറ്റലൊക്കെ, അതാണ് നമ്മുടെ കസ്റ്റമർ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പകരത്തിനായിട്ട് നമ്മൾ സോളിഡിന്റെ 5G ഫിൽട്ടർ LMB ആണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു LMB നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോർമലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ ചീപ്പായിട്ടും എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു LMB ആണ് നമ്മുടെ സോളിഡിന്റെ. പുതിയ സ്കെലറിംഗ് ഉണ്ട്, അത് പിടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ കമ്പനി അതിനകത്ത് തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു LMB നമ്മൾ ഈ ഒരു ഡിഷിനകത്ത് ട്യൂൺ ചെയ്ത് സിഗ്നൽ എടുക്കണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിഷാണ്. അതുപോലെ തന്നെ ട്യൂൺ ചെയ്യാനും വളരെ ഈസിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ LMB സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ദിശയിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വയറാണ് കൊടുത്തിരിക്കുന്ന മീറ്ററിൽ കൊടുത്തിട്ട് നമ്മൾ ഡിഷിനകത്ത് എത്ര ശതമാനം സിഗ്നൽ, അതായത് 25 മലയാളം ചാനലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് നമുക്ക് കിട്ടുന്ന ആ TPയുടെ ആ ഒരു സിഗ്നൽ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ. കൈരളിക്ക് നമ്മൾ എത്രയാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഏഷ്യാനെറ്റിന്റെ എത്ര കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കിപ്പം പുതിയ 2 ചാനലും കൂടെ നമുക്ക് 87 ഡിഗ്രിയിൽ നിന്നും നമുക്ക് 66 ഡിഗ്രിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു 2 ചാനലിന്റെ, അതായത് നമ്മുടെ രാജ് മ്യൂസിക്കും രാജ് മലയാളം ന്യൂസിന്റെ ആയിട്ടുള്ള ആ 2 ചാനലും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല TPകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ട്യൂൺ ചെയ്തെടുക്കുക. ഇതിപ്പോ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ TP ആണ് കണ്ടത്. അതുപോലെ 38 58 7200 ഈ ഒരു TPയിൽ നമുക്ക് നല്ല സിഗ്നൽ കിട്ടുന്നുണ്ട്. അത് നമുക്ക് സിഗ്നൽ അത്യാവശ്യമുണ്ട്. ഇത് നമ്മുടെ സഫാരിയുടെ ഒക്കെ ആ ഒരു ഡീറ്റെയിൽസ് കിട്ടാനുള്ളത്. അതിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാ TPയും ഒരേ രീതിയിൽ നമുക്ക് കിട്ടത്തക്ക വിധത്തിലാണ് ഇത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ 51 50 കിട്ടും നമ്മൾ എടുക്കുന്നുണ്ട്, 57 50 കിട്ടും എടുക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് സിഗ്നൽ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഡിഷിനകത്ത് ഇത്രയും നല്ല സിഗ്നലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിഷ് കണ്ടല്ലോ, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും വെട്ടലോ ചീറ്റലോ, അതായത് ഈ പുതിയൊരു LMB വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ 5Gയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇതാണ് നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25 വർഷം പഴക്കമുള്ള ഡിഷാണ് കേട്ടോ. അത്യാവശ്യം കസ്റ്റമർ ഇത് ഒന്ന് പെയിന്റ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡിഷ് ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. കാരണം ഡിഷിനെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ക്ലിയർ ആയിട്ടും പെയിന്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഷ് ഇത്രയും വർഷമായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ TVയിൽ ഇത് കണ്ടോ, ട്യൂൺ ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുറെ ചാനൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. തമിഴും ഇതിന്റെ കൂടെ ഒക്കെ ഉണ്ട്. തമിഴ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് കൊടുത്ത് കാണിക്കാത്തത്. നമുക്ക് അത്യാവശ്യം മലയാളം ചാനൽ ആയതുകൊണ്ട് നമ്മൾ ആ മലയാളത്തിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ കൂടുതലും കാണിക്കുന്നത്. കാരണം 100 പരം ചാനൽസ് നമുക്ക് ഇതിനകത്ത് ട്യൂൺ ചെയ്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ 1ാമത്തെ ചാനൽ കണ്ടു കഴിഞ്ഞു, 2ാമത്തേത് ഏത് കണ്ടോ, 3ാമത്തെ, ഇങ്ങനെ ഓരോ ചാനലും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെ സ്പീഡിലാണ് ഈ ഒരു ചാനലിന്റെ ഡീറ്റെയിൽസ് ഞാൻ വിടുന്നത്. രാജ് മ്യൂസിക് ഉണ്ട്, രാജ് ന്യൂസ് ഉണ്ട്. ആ 2 ചാനലും കൂടെ വന്നപ്പോൾ നമുക്ക് 25 മലയാളം തികച്ചായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ കൈരളിയുടെ ഉണ്ട്, വി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം, കൈരളി അറേബ്യ ന്യൂസ്, കപ്പ TV ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് ജനം, ഒരു ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അമൃത TV ഇത് കണ്ടോണം. ഇനി അടുത്ത മിഡിൽ ഈസ്റ്റ്, ഗുഡ്നെസ് TV, ജയ് ഹിന്ദ്, മഴവിൽ മനോരമ ഇന്റർനാഷണൽ, ജീവൻ TV, റിപ്പോർട്ടർ TV, ശാലോം TV, മീഡിയ 1, കൗമുദി, സഫാരി, പവർ വിഷൻ, ഹാർവസ്റ്റ് TV 24, ഇത്രയും ചാനലാണ്. അതായത് 25 ചാനൽ ഞാൻ നിങ്ങളെ കാണിച്ചു. കിട്ടുന്ന ആ ഒരു ചാനലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 1 മുതൽ 25 വരെ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിനെ ആഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ, അതായത് ഈ ഡിഷ് ട്യൂൺ ചെയ്യുന്ന പരമായിട്ടുള്ളതും മറ്റു രീതിയിലുള്ളതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ
എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.